അതെ സാർ, ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ഇട്ട് തരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സാർ? ഞാനൊരു ചേട്ടനായിട്ട് കരുതി അദ്ദേഹത്തിന് ശരിയാണ്, ഞാൻ തലേ ദിവസം പ്രഷർ സഹിച്ച് എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്തുകൊണ്ട് പ്രഷർ സഹിച്ച് ഞാൻ ഇരുന്നപ്പോൾ ഒരു ചേട്ടനായിട്ട് കരുതി മാത്രമാണ് അദ്ദേഹത്തെ ആ അൻസിബ എളപ്പഴം. യെസ് സർ, ഇത് കൺഫെഷൻ റൂമാണ്. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ സാർ, എന്നെങ്കിൽ ഓക്കെ നിർത്തിയേക്കാം എന്നും പറഞ്ഞിട്ടാണ് ഇന്നലെ രതീഷ് ബാക്കി കൺഫെഷൻ റൂമിൽ പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ 6 ഡേ 5 സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. BB+ൽ കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. ബിഗ് ബോസ് ആകെ മൊത്തം പ്രതിസന്ധിയിലേക്ക് പോയി. വലിയ കഷ്ടപ്പാടാണ് ഈ രണ്ട് സൈഡിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. ജാൻമണി അതേപോലെ തന്നെ സുരേഷ് ഏട്ടൻ അവരൊക്കെ ആക്റ്റീവായിട്ട് ആ ഒരു അലിഗേഷനിലേക്ക് ഇറങ്ങി. അത് ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുത്തു. അൻസിബയൊക്കെ അത് തുറന്നു പറയാനായിട്ട് ധൈര്യം കാണിച്ചത് എന്തുകൊണ്ടാണ്? ഗാലറി മുഴുവൻ രതീഷിനെതിരാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. രതീഷ് അപ്പാടെ വീക്കായിപ്പോയി. ഇപ്പോൾ രതീഷിന് ആകെ ഒരു സപ്പോർട്ട് ജിൻഡോ മാത്രമേ ഉള്ളൂ. കാരണം ജിൻഡോയ്ക്ക് ഈ ഒരു അലിഗേഷന്റെ സീരിയസ്നെസ്സിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. അതേപോലെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നത് സ്ക്രിപ്റ്റിലാണ്. വീക്കെൻഡ് എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റിലാണ് ഏറ്റവും അധികം പണിയെടുക്കേണ്ടി വരുന്നത്. രതീഷിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? രതീഷിന് സ്വാഭാവികമായിട്ടും കുറച്ച് ഫാൻ സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഉള്ളതാണ്. ഹീറോ ആക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ അടിസ്ഥാനമൊന്നുമില്ല. നമുക്ക് കൺവിൻസ് ആവാത്ത ഒരു ക്രൈം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു, അപ്പോൾ അയാളെ ആ ഒരു ക്രൈം ചെയ്ത ആളായിട്ട് എല്ലാവരും നോക്കി കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, മേ ബി നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ബൗദ്ധിക നിലവാരം ആ ഒരു രീതിയിൽ വളരാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് കൺവിൻസ് ആവാത്ത ആളുടെ കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു സ്വാഭാവിക ത്വര ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള കുറേയധികം സാറുമാരൊക്കെ മുന്നേയും ബിഗ് ബോസിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇനിയിപ്പോൾ രതീഷ് സാറിനെ ഉയർത്താനായിട്ട് കുറേയധികം ആളുകൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം വീക്കെൻഡിൽ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ ഒരു വിരുദ്ധ വികാരം വരും. ഇപ്പോൾ രതീഷിന് എന്താണെന്ന് പറഞ്ഞാലും പുറത്തേക്ക് വിടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ജാൻമണി, സുരേഷ് എന്നിവരുടെ സൈഡും കൂടെ കേൾക്കണം. വലിയ ടഫാണ്. ഞാൻ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലത്തെ BB+ൽ കുറച്ചധികം കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പിറക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യ ഭാഗങ്ങളിൽ മെയിനായിട്ടുണ്ടായിരുന്നത് സുരേഷ് ഏട്ടൻ, അതേപോലെ തന്നെ ജാൻമണി, രതീഷ്, അൻസിബ അവരുടെ കുറച്ച് പാർട്ടായിരുന്നു. അൻസിബയ്ക്കെതിരെ രതീഷിന്റെ മനസ്സിൽ ഒരു ദേഷ്യമുണ്ട്. കാരണം അൻസിബയാണ് ആ ഒരു ബോംബ് എടുത്ത് പൊട്ടിച്ചത്. ഗേ എന്ന് ഉദ്ദേശിച്ചു എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്തത് അൻസിബയാണ്. അത് രതീഷിന് വലിയ രീതിയിൽ കൊണ്ടു. പുള്ളി ആകെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. രതീഷ് അൻസിബയോട് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്താണ് ഒരു സാധനം പുറത്തേക്ക് വരുന്നത്. എന്തിനാണ് രതീഷ് ഈ സ്ത്രീയെ പോലെയാണ് സുരേഷ് ഏട്ടൻ്റെ മൈൻഡ്, അയാൾ എൻ്റെ പുറകെ നടക്കുകയാണ് എന്നൊക്കെ പറയുന്നത്? രതീഷ് അറിയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊരു റിവഞ്ച് എന്നുള്ള രീതിയിലാണ്. അതിന്റെ തലേ ദിവസങ്ങളിൽ രതീഷിനെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് ആരോപണം നടത്തിയപ്പോൾ രതീഷ് വിചാരിക്കുന്നത് താൻ ഒരു ഗേ ആണ് എന്നുള്ളൊരു ടോൺ പുറത്തേക്ക് വരും. അപ്പോൾ തനിക്ക് അങ്ങനെ പുരുഷന്മാരോടുള്ള ആ ഒരു ഉദ്ദേശമാണ് രതീഷിന്റെ മൈൻഡിലുള്ളത്. അത് പുള്ളിക്കാരനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ അഫക്റ്റ് ചെയ്ത ഈ ഒരു സംഭവം സുരേഷ് ഏട്ടനിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ത്രീകളുടെ മനസ്സാണ്, അയാൾ എന്നെ ട്യൂൺ ചെയ്യുകയാണ് എന്നൊക്കെ പുറത്തേക്ക് പറയുന്നത്. അൻസിബ അത് എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ പ്രതികാരം ചെയ്തതാണോ, തിരിച്ചു കൊടുത്തതാണോ, തിരിച്ചൊരു ഗെയിം കളിച്ചാണോ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് രതീഷ് ഈ പറയുന്ന കോൺവെർസേഷൻ അവസാനിപ്പിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് സുരേഷ് ഏട്ടൻ അതേപോലെ തന്നെ അൻസിബ ചേർന്നിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്, ജാൻമണിയായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ജാൻമണിയൊക്കെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നോക്കിക്കാണുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കമന്റ് കേൾക്കുന്ന സമയത്ത്, സ്ത്രീകളുടെ മനസ്സാണ്, അയാൾ എന്നെ ട്യൂൺ ചെയ്തു, അങ്ങനെയുള്ളൊരു കമന്റ് കേൾക്കുന്ന സമയത്ത് അവരുടെ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തതുപോലെ തോന്നുന്നുണ്ട്. അത് ജാൻമണി വെളിവാക്കുന്നുണ്ട്. ലീഗലായിട്ട് പോകണം എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ സീരിയസ് ആയിട്ട് ഇതിന് ഇത്രയധികം നോക്കി കാണുമ്പോൾ ബിഗ് ബോസ് അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. രതീഷിനും രതീഷിന്റെ ഫാൻസിനും ഒക്കെ ഉള്ളൊരു ഡൗട്ടാണ്, താൻ ഗേ അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് താൻ കെട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ സെക്ഷൽ ഹരാസ്മെന്റ് ആവുന്നത്? ആ ഒരു ചിന്തയുള്ള ആൾക്കാരാണ് രതീഷിന് ഇനി ഫാൻസ് ആയിട്ടുണ്ടാവുക. അതിപ്പോൾ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻ വരുന്ന സമയത്ത് അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ നോക്കിയിട്ട് കേസ് എടുക്കുക, സെക്ഷൽ ഓറിയന്റേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ കേസ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു വകുപ്പ് നമുക്കില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പോൾ ഒരാളെ കയറി നിർബന്ധിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് അയ്യോ ഞാൻ സെക്ഷലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ലോജിക്കലി നോക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇയാൾ പറഞ്ഞു, അയാൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് നോക്കുകയും ചെയ്തു, അതുകൊണ്ട് അത് ആ ഒരു രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നിഷാന കറക്റ്റായിട്ട് പുറത്തുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നിഷാന കറക്റ്റായിട്ട് സുരേഷിനോട് പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ സുരേഷേട്ടൻ ആരോപിച്ച കാര്യം എത്ര ആളുകൾക്ക് കണക്റ്റ് ആവും എന്നുള്ളത് അറിയില്ല. കുറേ ആളുകൾക്ക് അത് കണക്റ്റ് ആവില്ല. അവർ സ്വാഭാവികമായിട്ടും
രതീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആളുകൾക്ക് അത് കൺവിൻസ് ആവാനായിട്ടുള്ള സാധ്യതയില്ല. അത് നിഷാനെ കറക്റ്റ് ആയിട്ടാണ് നോക്കി കണ്ടത്. ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അത് കൺവിൻസ് ആവില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ രതീഷിന് നല്ല സപ്പോർട്ട് കയറാൻ സാധ്യതയുണ്ട്. രതീഷിനെ പോലെയൊക്കെയുള്ള ആ ഒരു ക്വാളിറ്റി മാത്രമുള്ള ഒരാളെ രാജാവായിട്ട് കിട്ടുന്നതാണ് പൊതുവായിട്ട് ഒരു 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 കൂട്ടം ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അത് നിഷാനെ കറക്റ്റായിട്ട് തന്നെ അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ജിൻഡോ ആൻഡ് രതീഷ് ജയിലിലേക്ക് പോകുന്ന സമയത്ത് പഴയ ഊർജ്ജമൊന്നും രതീഷിനില്ല. കാരണം വലിയ വേദനയുമായിട്ടാണ് താൻ അകത്തേക്ക് പോകുന്നത് എന്ന് രതീഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിരാഹാര സത്യാഗ്രഹമൊക്കെ അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുണ്ട്. കഞ്ഞി കിട്ടിയ സമയത്ത് അത് കുടിക്കുന്നില്ല, ജിൻഡോ കുടിക്ക് എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ വൈകിട്ട് ഒരു മടിയും കൂടാതെ ജാൻമണിയോട് മുറുക്കെടുത്ത് തരുമോ എന്ന് കയ്യെ കലപിടിച്ച് ചോദിക്കുന്ന രതീഷിനെ നമ്മൾ കണ്ടു. ഈ ജയിൽ ടാസ്ക്, വെളുത്തുള്ളി പൊളിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ശരിക്കും ഭീകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. വെളുത്തുള്ളി പൊളിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. കൈകൊണ്ട് വെളുത്തുള്ളി പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടായിരിക്കും അതിൻ്റെ മണം. അതേപോലെ തന്നെ വെളുത്തുള്ളി അരയ്ക്കണം. ഈ ഒരു മണത്തിനകത്ത് മനുഷ്യൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോയി. ജാൻമണിയോട് മുറുക്കി വെച്ചപ്പോഴത്തേന് അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ജാൻമണി പോയി പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. അവരുടെ കോൺവെർസേഷൻ ഒത്തിരിയധികം ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. ഭാഷയുടെ ചില അതിർവരമ്പുകൾ. ജിൻഡോ ആൻഡ് രതീഷ് ഭയങ്കരമായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങുകളാണ്. ജിൻഡോയുടെ എതിരാളിയായിട്ട് ജിൻഡോ കരുതുന്നത് സിജോയാണ്. കാരണം അവർ തമ്മിൽ ഭയങ്കര അലമ്പാണല്ലോ എപ്പോഴും. ഭയങ്കര ദേഷ്യമുണ്ട് ജിൻഡോയ്ക്ക് സിജോയോട്. രതീഷിന് ഇപ്പോൾ ആകെ ഒരാൾ മാത്രമാണ് എതിരാളിയായിട്ട് തോന്നുന്നത്. അത് അൻസിബയാണ്. അൻസിബ പലയിടത്തും ബോംബ് പൊട്ടിക്കുന്നുണ്ട്. രതീഷിന് അത് പണിയാവുന്നുണ്ട്. അൻസിബ മുന്നേ അങ്ങനെ ചെയ്തു എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. ശരിക്കും അൻസിബ ആ ഒരു സിറ്റുവേഷനിൽ അത് പറയേണ്ടതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതൊരു ഗെയിമായിട്ട് നോക്കിയാലും അവരുടെ ജെനുവിനിറ്റി നോക്കിയാലും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ജിൻഡോ ആൻഡ് രതീഷ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം രതീഷ് പറയുന്നു ഗെയിമാണല്ലോ, സിജോ ഒക്കെ എനിക്കൊരു എതിരാളിയല്ലടാ, സിജോ ഒന്നും ഒരു എതിരാളിയല്ല. അത് രതീഷിന് സമ്മതിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അൻസിബയുടെ കേസ് പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അൻസിബെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേയധികം ആളുകൾ അതിനെ എതിർക്കും, അൻസിബയ്ക്ക് ഒരു സപ്പോർട്ടുണ്ട്. ജിൻഡോയുടെ ഡയലോഗ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. നമുക്ക് 2 ആൾക്കാരുടെ മേത്ത് കയറാം എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. എന്താണ് ആ ഭാഷ അങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. കറക്റ്റ് കൂട്ടുകാരനാണ്. രതീഷ് അതിനനുസരിച്ച് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീ പറ ആരുടെ മേത്താണ് കയറേണ്ടത്. ഭയങ്കര രസമാണ്. ഇത് ശരിക്കും ജിൻഡോ പുറത്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്ത് ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒന്നാമത് അവിടെ ഈ ഭാഷ എന്ന് പറയുന്ന ഒരു സാധനം വലിയ ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ ഇപ്പം തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുണ്ട്, മലയാളം കൂടുതലായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴ സിജോ ആലപ്പുഴയിൽ സംസാരിക്കുന്ന ആ ഒരു ഭാഷ ബാക്കിയുള്ള ആളുകൾക്ക് ചിലയിടത്ത് പ്രശ്നമായി വരാറുണ്ട്. അതേപോലെ തന്നെ ജിൻഡോയുടെ ഭാഷ, അങ്കമാലിക്കാരൻ്റെ ഭാഷ ഭയങ്കര പ്രശ്നമാണ് അവിടെ ഇവിടെയൊക്കെ. അതേപോലെ കുറച്ച് ആൾക്കാരാണെങ്കിൽ വളരെ എന്താ പറയുന്നത് വള്ളുവനാടനൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലുള്ള കുറച്ച് കോൺഫ്ലിക്റ്റ് അവിടെ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ ഇവർ യൂസ് ചെയ്യുന്നത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവസാനം 2 ആളുകളും ഒരു തീരുമാനത്തിലെത്തി ഒരു പെണ്ണിനെയും 2 ആണിനെയും വെച്ച് ഓരോ ആഴ്ച തോപ്പിക്കാം എന്നുള്ളതാണ്. എന്ത് ഗംഭീരമായിട്ടുള്ള പ്ലാൻ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.